ഞാനിപ്പോൾ ഈ പുറപ്പെട്ട് പോകുന്നത് മഞ്ജു വി നായർ നടത്തുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് ഇന്ന് ഞങ്ങളുടെ ഭൂമിയിൽ വെച്ച് നടക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഒരു 9:30 ആകുമ്പോൾ എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഡാൻസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും വരാതിരിക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും അങ്ങോട്ട് ചെയ്യുന്നു. 2000 രൂപയാണ് കേട്ടോ ഈ വർക്ക്ഷോപ്പിന്. 2000 പൊതുവേ വർക്ക്ഷോപ്പിന് വെച്ചാൽ വളരെയധികം കുറവാണ്. പൊതുവേ പുറത്തൊക്കെ 5000 6000 ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരം വൈകി 9:30 അവിടെ ക്ലാസ് തുടങ്ങി. 10:30 ആയി ഞാൻ എത്താം. അപ്പോൾ ഇത് വിളക്ക് കൊളുത്തി. ഇതാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിന് പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. കാരണം അയാളുടെ ഈ ഡാൻസ്, മൂപ്പരുടെ ഡാൻസ് ഒന്നും പറയണ്ട, അതിലിങ്ങനെ ലയിച്ചിരുന്ന് പോവും. അത്രയും അടിപൊളിയാണ് കേട്ടോ ഡാൻസ്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല. സോ ക്യൂട്ട് ആൻഡ് ഭയങ്കര വലിയ ഡാൻസ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഒരു സമയത്ത് മറിച്ച് വെള്ളം കുറേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്രേക്ക് വന്നിരുന്നു വെള്ളം എടുക്കാനായിട്ട്. എൻ്റെ ഡാൻസ് എനിക്ക് ഇത്രയും ടിപ്സ് എനിക്ക് ഇതിലിടാൻ പറ്റില്ല. കാരണം അതിനൊരു പരിധിയുണ്ട്. നേരിട്ട് തന്നെ കാണാം. മഞ്ജു ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പിങ്കി ചേച്ചി വിളിച്ച് ഞങ്ങളും ഇങ്ങനെ മഞ്ജു ചേച്ചിന്നായി പോയതാണ് കേട്ടോ. ഉച്ചയ്ക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മുടിയൊക്കെ കെട്ടി തിരിച്ചു പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ശേഷം വേറെ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അഭിനയം അതായിരുന്നു പ്രധാനമായിട്ട്. ഞാൻ ചെന്നപ്പോൾ ഇവരൊന്നും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആദ്യം ഗെയിമാണ് കളിച്ചത്. പിന്നെ കണ്ണിനൊരു എക്സസൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മഞ്ജു ടീച്ചർ ഒരു കഥ പറഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്ന ആമയുടെ മകളിൻ്റെയും കഥ, ആനയുടെയും തുന്നൽക്കാരൻ്റെയും കഥ, അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് അതേപോലെ ഒരു ഡാൻസ് രൂപത്തിൽ അതിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ആദ്യം മാം കാണിച്ചു തരും കേട്ടോ. അത് അടിപൊളിയാണ്. അത് കാണിച്ചു തന്നിട്ട് ഞങ്ങളതുപോലെ ചെയ്തു. ഞാനും ചെയ്തു കേട്ടോ. എനിക്ക് കിട്ടിയത് ആനയുടെയും തുന്നൽക്കാരൻ്റെയും കഥയാണ്. ഞാനും പ്രിയ ചേച്ചിയായിരുന്നു കേട്ടോ. ഞാനായിരുന്നു തുന്നൽക്കാരൻ. വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സാണ് കേട്ടോ ഇത്. പിങ്കി ചേച്ചിയും വേറൊരു ശ്രീധരൻ മാഷ് കൊണ്ട് ഒരു ചേച്ചി ചെയ്തു. പിങ്കി ചേച്ചിയാണ് കേട്ടോ എൻ്റെ ഡാൻസ് ടീച്ചർ. സൂപ്പർ ആയിരുന്നു, പറയണ്ടല്ലോ. പിന്നെ അവർ ഓൾറെഡി ഡാൻസ് ടീച്ചറും അതും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങി. അത്രയേ ഉള്ളൂ. ബായ്.